ഇന്റർനാഷണൽ ഫൈനാൻസിലും ഇന്റർനാഷണൽ എക്കണോമിക്സിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന എക്കണോമിക് ട്രാൻസാക്ഷന്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. ഇത് പ്രധാനമായും 1 ഇയർ ബേസിസിലാണ് കണക്കാക്കുന്നത്. സോഡസ്റ്റിന്റെ അഭിപ്രായത്തിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിലെ റെസിപ്പിയൻസിന്റെ പേയ്മെന്റ്സിന്റെ ലിസ്റ്റിംഗ് ആണ്. സ്ട്രക്ചർ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ട്രാൻസാക്ഷൻസ് ഒരു ബാലൻസ് ഷീറ്റ് രൂപത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അതും അല്ലെങ്കിൽ റെസിപ്പിയൻസ് ആൻഡ് പേയ്മെന്റ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസസ് ആണ് എക്സ്പോർട്ട്സസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, റെസിപ്പിയൻസസ് ഫ്രം ഫോറിനേഴ്സ്, ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസസ് ഫ്രം ഫോറിനേഴ്സ്, ബോറോവിംഗ് ഫ്രം അബോർഡഡ്, ഇൻവെസ്റ്റ്മെന്റ്സ് ബൈ ഫോറിനേഴ്സ് ഇൻ ദി കൺട്രി, ഒഫീഷ്യൽ സെയിൽസ് ആൻഡ് റിസർവ് അസറ്റ്സ്. ഡെബിറ്റ് സൈഡിൽ ഇമ്പോർട്ട്സസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ട്രാൻസ്ഫർ പേയ്മെന്റിന്റെ രൂപത്തിൽ ഫോറിനേഴ്സിലേക്ക് പോകുന്ന ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസസ്, ഇൻവെസ്റ്റ്മെന്റ് ബൈ റെസിഡന്റ് ടു ഫോറിൻ കൺട്രീസസ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഒരു സ്ട്രക്ചറും അതിൽ ഉൾപ്പെടുന്ന ഐറ്റംസും ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണ് ഉള്ളത്: കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടിൽ ഒരു കൺട്രിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ട്രാൻസാക്ഷൻസ് ആണ് ഉൾക്കൊള്ളുന്നത്. ഇവിടെ മെർച്ചന്റ് സൈഡ് എക്സ്പോർട്സും ഇമ്പോർട്ട്സും ആണ് പ്രധാനമായിട്ടും കണക്കുന്നത്. എക്സ്പോർട്ട്സ് പോസിറ്റീവ് ഐറ്റംസും ഇമ്പോർട്ട്സ് നെഗറ്റീവ് ഐറ്റംസും ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ വിസിബിൾ എക്സ്പോർട്ട്സ് കൂടുതലും ഇമ്പോർട്ട്സ് കുറവുമാണെങ്കിൽ അത് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും. അടുത്തതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഉണ്ടായിരിക്കും, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്കും ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഷോർട്ട് ടൈം ട്രാൻസാക്ഷൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. ഇത് ലോങ് ടൈം ആണെങ്കിൽ 1 ഇയർ ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എന്നും ക്യാപിറ്റൽ ഇൻഫ്ലോ എന്നും പറയുന്നു. അടുത്തതാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇതിൽ ലിക്വിഡ് ആൻഡ് നോൺ ലിക്വിഡ് അസറ്റ്സും ലയബിലിറ്റീസും ആണ് വരുന്നത്. ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ പ്രധാനമായിട്ടും കൺട്രീസിന്റെ ഗോൾഡ് സ്റ്റോക്കും അതുപോലെ തന്നെ കൺവേർട്ടബിലിറ്റി ഓഫ് ഫോറിൻ കറൻസീസും SDRും എല്ലാം ഉൾപ്പെടുന്നു.